സോളാർ കമ്മീഷനിൽ സരിതയുടെ മൊഴി എടുക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 11:15 തന്നെ സിറ്റിംഗ് തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ സിറ്റിംഗ് ഇന്നത്തെ ആ ഒരു ആദ്യം മുതൽക്കേയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എബ്രാഹിം കലമണ്ണിലിന് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിലാസം ആദ്യം തന്നെ സരിത കൈമാറുകയും ചെയ്തിരുന്നു. ഇന്നലെ സരിത നടത്തിയ വെളിപ്പെടുത്തലുകളുടെയും ഒപ്പം തെളിവുകളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് എബ്രാഹിം കലമണ്ണിലിന് നോട്ടീസ് അയക്കാൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം കേസുമായി ബന്ധപ്പെട്ട് നിരവധി MLA-മാരുടെ പേരുകൾ ഉയർന്നു വരുന്നുവെന്ന് സരിത പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അഴിമതി കേസുകൾ ഒതുക്കി തീർക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. ഇതുമൂലം ക്രമസമാധാന നില അമ്പെ തകർന്നിരിക്കുകയാണ്. പോലീസിന്റെ ജോലി അഴിമതി സർക്കാരിനെ നിലനിർത്തലും അതിനെതിരെ ഉയരുന്ന ഏത് സമരത്തെയും ലാത്തിച്ചാർജും വെടിവെപ്പുമൊക്കെ നടത്തി അടിച്ചമർത്തുകയുമാണ്. അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ ഇതാണ് തെളിയിക്കുന്നത്. ചില ഭീകര സിനിമകളിൽ മാത്രം കാണുന്ന തരത്തിലാണ് ഇന്നലെ ഒക്കത്ത് ഒരു വിദ്യാർത്ഥിയെ പേപ്പട്ടിയെപ്പോലെ തല്ലിക്കൊന്നത്. മറ്റൊന്നാണ് നെടുമങ്ങാട് DYFI പ്രവർത്തകനെ ആശുപത്രിയിൽ ഗുണ്ടാസംഘം കുത്തിക്കൊന്ന സംഭവം. 4-5 ദിവസം മുമ്പാണ് ആറ്റിങ്ങലിൽ ഒരു യുവതിയെ നടുറോഡിൽ വെട്ടി കൊലപ്പെടുത്തിയത്. ഈ അറുകൊലകളെല്ലാം പട്ടാപ്പകൽ പൊതുവഴികളിൽ ആളുകൾ നോക്കി നിൽക്കുകയാണ് നടത്തിയത്. വർഗീയ സംഘർഷം സൃഷ്ടിക്കുവാനുള്ള വടക്കേ ഇന്ത്യയിലെ RSS BJP അഴിഞ്ഞാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഗുണ്ടകൾ വിലസുന്നത്. ഇതിനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന നയമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തുടരുന്നത്. ഇങ്ങനെ നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഇതിനാണോ അദ്ദേഹം തോളിൽ IPS തൂക്കിയിട്ട് നടക്കുന്നത്? അദ്ദേഹത്തിന്റെ ക്രമസമാധാനം അദ്ദേഹത്തിന് ക്രമം എന്താണെന്നോ സമാധാനം എന്താണെന്നോ പോലും അറിയാമോ എന്തോ? ഈ DGPക്കും സോളാർ കേസടക്കമുള്ള മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വൃത്തികെട്ട അഴിമതി കേസുകൾ തേച്ചുമാച്ചു കളയുന്നതിലുമാണല്ലോ ജാഗ്രത. അതിനുള്ള ഗവേഷണത്തിലാണ് DGP സെൻകുമാർ എന്ന് തോന്നുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ DGP സോളാർ കമ്മീഷന് മുമ്പിൽ നൽകിയ മൊഴി എന്തായിരുന്നു? അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട സരിതയുടെ ഫോൺ കാൾ ലിസ്റ്റ് മുഴുവൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം ഇത് അന്വേഷിച്ച IG നശിപ്പിച്ചു കളഞ്ഞു പോലും. കോപ്പിയടി വീരനായ IG TJ ജോസാണ് ഇത് നശിപ്പിച്ചതെന്ന് DGP തന്നെ സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ വിദ്വാൻ എന്തു ചെയ്തു? ആ കോപ്പിയടി വീരനെ യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്തിട്ടും വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ക്ലീൻ ചിറ്റ് നൽകി സർവീസിൽ തിരിച്ചെടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ DGP അടക്കമുള്ള പോലീസ് മേധാവികളുടെ ക്രമസമാധാന പാലനവും നിയമ പരിരക്ഷ വ്യഗ്രതയും? ജോറല്ലേ ഇനി ഇദ്ദേഹത്തിന്റെ പദവി? DGP ലോ ആൻഡ് ഓർഡർ എന്നതിന് പകരം DGP ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് തിരുത്തിയാൽ നന്നായിരിക്കും. സോളാർ കമ്മീഷന് മുന്നിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ അന്വേഷിച്ച് യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ അഡീഷണൽ DGP ഹേമചന്ദ്രന് എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് എനിക്ക് സംശയം. അതിലും രസം, ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം.
ചർമ്മകാര്യമാണ് കഷ്ടം എന്നുള്ളത് കാണുകയല്ല ഇതിലേക്ക് ചേർത്തോളൂ. എന്റെ വരിക അതെ അതെ അതെന്റെ സ്വാഭാവികമാണല്ലോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാണ്ട് ഗുണ്ടകളെ ആക്രമിക്കുന്ന പിന്നെ ശക്തികളെയും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമീപനത്തോടുള്ള ഉമ്മൻചാണ്ടി ചെന്നിത്തല ഗവൺമെന്റുകളുടെ സമീപനവും എല്ലാം കൂടെ നോക്കിയാൽ വളരെ മൃദു സമീപനമാണല്ലോ. മാത്രമല്ല എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു ബോർഡ് കാണാമല്ലോ, കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നു. ആരുടെ? നമ്മളെ ഇയാളുടെ രാഹുൽ ഗാന്ധിയുടെയും ചെന്നിത്തലയുടെയും കൈ. കേരളം ഭദ്രം, കേരളം ഭദ്രം സാധനങ്ങളാണ്. അതെ അതെ എല്ലാം ഒതുക്കി കിട്ടണം. കാരണം ഇവര് സരിതാ നായരും മറ്റേ ബിജു രാധാകൃഷ്ണനും എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒതുക്കുക. ഇതാണല്ലോ പോലീസിന്റെ ഇപ്പോഴത്തെ ജോലി. ബിജു രാധാകൃഷ്ണനും സരിതയും ഒക്കെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെയും നിശിതമായി തന്നെ VS വിമർശിക്കുകയാണ് ഉണ്ടായത്. ലാത്തി ചാർജിലൂടെയും ബലപ്രയോഗത്തിലൂടെയും അടിച്ചമർത്തുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നത്. ഒപ്പം TP സെൻകുമാർ, TJ ജോസ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികളെയും നിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് പത്രസമ്മേളനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്.